സോറോസ് ആണ് ഏറ്റവും വലിയ ഫണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബില്യൺ ഒറ്റ ഇന്ത്യ തകർക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ കുറെ പൈസയ്ക്ക് ഇവർക്കൊക്കെയാണ് ചെല്ലുന്നത്. ഞങ്ങളുടെ അറിവിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ ഡിയസ്പോറയിൽ എന്തെന്നാ നടക്കുന്നത്. 5000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഹിന്ദു കേരളത്തിലെ കമ്മ്യൂണിറ്റിയെ പറ്റി ഗ്രീക്സ് ആൻഡ് റോമൻ ട്രേഡ് ഡോക്യുമെന്റ്സിൽ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ ആ വാക്കിൽ നമുക്ക് ശരിക്കും ഐഡന്റിറ്റി ആയിട്ട് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. ഒരുപാട് സീക്സ് ഇപ്പം ഒന്നിച്ച് വന്നിട്ട് പ്രസ് റിലീസ് കൊടുത്തു, ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ എല്ലാവരും ഹിന്ദു ടെമ്പിൾസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്, രാം മന്ദിറൊക്കെ ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാനഡയും അമേരിക്കയും ഓസ്ട്രേലിയയും ഈ ഖാലിസ്ഥാനി പ്രോബ്ലം കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ ഐ തിങ്ക് അത് ഈ രാജ്യങ്ങളെ തന്നെയാണ് തിരിച്ചടിക്കുക. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രവാസി മലയാളിയും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള സാമൂഹിക പ്രവർത്തകയുമായ ശ്രീമതി സുധാ ജഗന്നാഥനാണ്. ശ്രീമതി സുധാ ജഗന്നാഥൻ ഒരുപക്ഷെ തത്വമയുടെ പ്രേക്ഷകർക്ക് അത്ര അപരിചിതയല്ല. പ്രവാസി ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു പ്രത്യേക പ്രശ്നം, അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയവുമായി കഴിഞ്ഞ ജനുവരി 2023 ശ്രീമതി സുധാ ജഗന്നാഥനുമായി നമ്മളൊരു അഭിമുഖം നടത്തിയിരുന്നു, ഇതേ പരിപാടിയിൽ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ആ വിഷയത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നമ്മളെ വിളിക്കുകയും ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വിഷയം മറ്റൊന്നുമല്ല, ഹിന്ദുക്കൾ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നേരിടുന്ന വിവേചനത്തിൻ്റെയും സാമൂഹിക ബഹിഷ്കരണത്തിൻ്റെയും അല്ലെങ്കിൽ സാമൂഹികമായ വേർതിരിവിൻ്റെയും മാറ്റി നിർത്തലിൻ്റെയും ഒരു ഭീഷണി സംബന്ധിച്ച കാര്യമാണ്. അപ്പോൾ സാധാരണ ഹിന്ദുക്കളുടെ ഒരു സമൂഹം എന്ന നിലയിൽ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുക ഇത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കും എന്നാണ്. എന്നാൽ അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് പലർക്കും പുതിയ അറിവായിരുന്നു. ഇപ്പോൾ കൃത്യം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അന്നത്തെ ആ അഭിമുഖത്തിന് ശേഷം. ഇപ്പോൾ ആ വിഷയം എവിടെ എത്തി നിൽക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഒരു അപ്ഡേറ്റ് എടുക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രീമതി സുധാ ജഗന്നാഥനെ വീണ്ടും കാണുന്നത്. സ്വാഗതം മാഡം ഈ പരിപാടിയിലേക്ക്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. കൃത്യം 1 വർഷമായി. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ അഭിമുഖത്തിൻ്റെ ലിങ്ക് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അത് തീർച്ചയായിട്ടും ആൾക്കാർ കാണട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇനിയും അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ വിഷയം, അതിനുശേഷം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകാം. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം? ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോalition ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്നുള്ളൊരു ഓർഗനൈസേഷനിൽ ബോർഡ് മെമ്പറാണ്. ഇപ്പോൾ ഒരുപാട് ഹിന്ദു ഓർഗനൈസേഷൻസ് ഉണ്ട് അമേരിക്കയിൽ. ബിക്കോസ് ഞങ്ങൾക്ക് ഈ ഹിന്ദു ഫോബിയ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ വളരെ അധികമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ സംസാരിച്ചപ്പോൾ എന്താണ് ഹിന്ദു ഫോബിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹിന്ദു ഫോബിയ എന്നുള്ള ഒരു ഡെഫിനിഷൻ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഖോനയല്ല, understandinghinduphobia.org. അതിൽ പോയ ഡോക്ടർ ഇന്ദു വിശ്വനാഥനും ഡോക്ടർ പാത്ത് പരിഹാറും കൂടി റട്ട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി ന്യൂജേഴ്സിയിൽ വെച്ച് ഡിഫൈൻ ചെയ്തൊരു സെറ്റാണ്. അതിൽ പലതും ഉണ്ട് എക്സാമ്പിൾസ്. ഞാൻ എല്ലാവരോടും പറയുന്നു, പോയി ചെക്ക് ചെയ്യൂ understandinghinduphobia.org. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈവൻ സിമ്പിൾ തിങ്സ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അതുകൊണ്ട് എന്നെ പറയാം ഹിന്ദുത്വവാദി, അത് തന്നെ ഹിന്ദു ഫോബിയാണ്. എന്തുകൊണ്ട് എനിക്കൊരു റൈറ്റ് ഇല്ല ഇതിന് എൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ? അതെ, എന്നാൽ പിന്നെ നമ്മളെ അങ്ങോട്ട് സൈലൻസ് ചെയ്യാം. അപ്പം അതിനൊക്കെ ഒരു എതിർപ്പായിട്ടാണ് ഞങ്ങൾ ഈ ഖോന തന്നെ 3 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കൂടാണ്ട് പല ഓർഗനൈസേഷൻസും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ വലിയ മേജർ തീംസിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഹിന്ദു ഫോബിയ എന്ന് പറയുന്നത് പല രീതിയിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക. ഒരെണ്ണം ഹിന്ദു ഫോബിയ ഇറ്റ് സെൽഫ്. ഇപ്പോൾ അത് ഞങ്ങളെ ഇപ്പോൾ ഒരു ഹിന്ദു പോയിട്ട് ഒരു ടാക്കോ ബെല്ലിൽ പോയി കാലിഫോർണിയയിൽ, അയാളുടെ മകൻ്റെ ഓർഡർ പിക്കപ്പ് ചെയ്യാൻ പോയി. അയാളുടെ മുമ്പിൽ നിന്ന് ഒരു ഖാലിസ്ഥാനി തിരിഞ്ഞ് ഇയാളെ കണ്ടപ്പോഴേക്കും കുറേ ബഹളം ഉണ്ടാക്കി. അത് ഒരു പേഴ്സണൽ വയലൻസ് ആണ്. ഇപ്പോൾ അമ്പലങ്ങൾ ഡീഫേസ് ചെയ്യുന്നു. സോ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ സ്പേസസ് ആണ്. അവിടെയും കൂടി നമുക്ക് അധികാരമില്ല, നമ്മളെ അവിടെ കടത്തി വിടൂല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി തുടങ്ങുന്നു. അപ്പോൾ അതൊരു വിധത്തിൽ
പിന്നെ ഈ അപ്പോൾ ഹിന്ദു ഫോബിയ പറയണം. പിന്നെ സ്വസ്തിക നമ്മുടെ ഒരു സ്വന്തം നമ്മുടെ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിളാണ്. ഓം മാതിരി അത്രയും സിഗ്നിഫിക്കൻ്റ്. കേരളത്തിലും അത്ര ഇല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദീപാവലിയുടെ സമയത്ത് കാലിഫോർണിയയിൽ ഇപ്പോൾ അത് ലോ ആണ്. സ്വസ്തിക എന്നുള്ളത് റിലീജിയസ് പേർപ്പസസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒറിജിനലി അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊരു ഹെയ്റ്റ് സിമ്പിളായിട്ടാണ് അവർ സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കാൻ പോയത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുപാട് ഹിന്ദു ഓർഗനൈസേഷൻസ് കൂടിയിട്ട് പറഞ്ഞു ശരിയല്ല, ഹിറ്റ്ലർ ഒരിക്കലും സ്വസ്തിക എന്നുള്ളൊരു സാൻസ്ക്രിറ്റ് വേർഡ് ഉപയോഗിച്ചിട്ടില്ല. അയാൾ ഹക്ക് ആൻഡ് ക്രോയിറ്റ്സ് എന്നാണ് പറഞ്ഞത്, ഹുക്ഡ് ക്രോസ്. ബിക്കോസ് അയാളുടെ ലീനേജ് അങ്ങനെയാണ്. അയാൾ വളർന്നതൊക്കെ ഒരു വലിയൊരു ക്രിസ്ത്യൻ ആബിയുടെ താഴ്വരയിലൊക്കെയാണ്. അപ്പോൾ ആ സിമ്പിളാണ് അയാൾ ഉപയോഗിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ലോ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അപ്പോൾ ഈ ദിവാലി സമയത്ത് ഒരു ഫാമിലി അവരുടെ സ്വസ്തിക അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് വച്ചിട്ട് അവർ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ആരോ ഒരു നോട്ട് ഇട്ടേക്കണം, നിങ്ങളുടെ റിലീജിയസ് സിമ്പിൾസ് ഒന്നും ഇത് ശരിയല്ല, മാറ്റണം. അപ്പോൾ ഞങ്ങൾ അവരോട് പറയും പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കൂ. പോലീസിനോടൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പോലീസിനൊക്കെ അറിയാം ഇത് ലീഗലാണ് നമ്മൾ കാലിഫോർണിയയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എഫേർട്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ അത് ഹെയ്റ്റ് സിമ്പിളായി പോയേനെ അല്ലേ. പിന്നെ ഇപ്പം നടക്കുന്നതല്ല, കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ജാതി എന്നും പറഞ്ഞിട്ട് നമ്മളുടെ തലയ്ക്ക് അതൊരു വെപ്പൺ മാതിരിയാണ് അടിക്കാൻ നടക്കണേ. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്നതിൽ ഐ വാണ്ട് ടു ഒരു ഫ്രെയിം വർക്ക് കൊടുക്കണം നമ്മുടെ ഓഡിയൻസിന്, ഇവിടുത്തെ ഓഡിയൻസിന്. ഈ ജാതി എന്ന് പറയുന്നത് അതെ. അപ്പോൾ ജാതി എന്നുള്ളത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും അമേരിക്കൻ കോണ്ടെക്സ്റ്റിലും വ്യത്യാസമാണ്. ഇവിടെ ജാതി എന്ന് പറയുന്നതിൽ ഇതുണ്ട്, റിസർവേഷൻ സിസ്റ്റം ഉണ്ട്, അതിനൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും ഒക്കെ ആയിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ഒപ്രസ്ഡ് ആൾക്കാർക്ക് കൊടുക്കാനാണ് പ്രധാനമായിട്ട് തുടങ്ങിയത്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഫർമേറ്റീവ് ആക്ഷൻ ഇല്ലീഗലാണ്. കഴിഞ്ഞ കൊല്ലം സുപ്രീം കോർട്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ എഗൻസ്റ്റ് റൂൾ ചെയ്തു. അവർക്ക് ഈ കോട്ട സിസ്റ്റം വയ്ക്കാൻ പാടില്ല. ഹിന്ദു സ്റ്റുഡൻസിന് ഇത്രയും, ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇത്രയും, ബ്ലാക്ക് സ്റ്റുഡൻസിന് എന്നും പറഞ്ഞു. ഐഡിയ നന്നായിരിക്കും, പക്ഷേ ഇറ്റ്സ് ഇല്ലീഗൽ. ഓക്കെ. അപ്പോൾ യു കൻ നോട്ട് ബ്രിങ് ഇങ്ങനത്തെ ലോസ് അവിടെ. പിന്നെ അതുകൂടാണ്ട് നമ്മൾക്ക് ഇവിടെ വിമൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. അമേരിക്കയിൽ അത് പറ്റൂല. ലോസ് ഹാവ് ടു ബി ഈക്വലി പ്രൊട്ടക്റ്റീവ് ഓഫ് മെൻ ആൻഡ് വിമൻ. ഓക്കെ. സോ കോണ്ടെക്സ്റ്റ് നമ്മൾ അറിയാം, നോക്കുന്ന ഒരു വീക്ഷണം തന്നെ വ്യത്യാസമാണ്. പിന്നെ ആലോചിക്കേണ്ട ഇതാണ്, കാസ്റ്റ് അബ്യൂസ് നടക്കുന്നുണ്ടോ? അമേരിക്കയിൽ കാസ്റ്റ് അബ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ എവിടെ പ്രൂഫ് കാണിക്കൂ. അല്ലാതെ വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക, അതാണ് നടക്കണേ. പ്രൂഫില്ല അവർക്ക്. അത് പോയിട്ട് ഞങ്ങൾ 2021 കാർണഗി എൻഡോവ്മെൻറ്റ് സർവേസ് ഒരു ഇന്ത്യൻ അമേരിക്കൻസിനെ സ്റ്റഡി ചെയ്തപ്പോൾ പറഞ്ഞു കാസ്റ്റ് കോൺഷ്യസ്നെസ് വളരെ ലോ ആണ് ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ. ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർ അത് വെച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഓവറോൾ വെപ്പണായിട്ട് അതാരും ഉപയോഗിക്കുന്നില്ല. ഒരു കംപ്ലയിൻസ് ആയിട്ട് ഇത്രയും കൊല്ലം ആൾക്കാർ ജീവിച്ചിട്ട്, ഹിന്ദുസോട് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു 10,000 കേസസ് ഒന്നുമില്ല. അപ്പോൾ ആളുകൾ പറയും ഇല്ല, സിസ്കോ സിസ്റ്റംസിലുണ്ടായി. ഓൾറൈറ്റ്, സിസ്കോ സിസ്റ്റംസ് വലിയൊരു കമ്പനിയാണ്. അവിടെ സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ ഒരു കേസ് കൊണ്ടുവന്നു. 2 അപ്പർ കാസ്റ്റ് മാനേജേഴ്സ് ഒരു ദളിത് എംപ്ലോയിയെ ഇതാക്കി അബ്യൂസ് ചെയ്തു. എന്താണ് കാര്യം? ആ കേസ് കഴിഞ്ഞ മാർച്ചിൽ സ്റ്റേറ്റ് തന്നെ വിഡ്രോ ചെയ്തു. അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഷ്രെഡ് ഓഫ് എവിഡൻസ് പോലും ഉണ്ടായില്ല. പക്ഷെ ആ 2 മാനേജേഴ്സും അവരും അമേരിക്ക വിട്ട് വേറെ സ്ഥലത്ത് പോയി നിൽക്കേണ്ടി വന്നു കുറച്ച് കാലം സമാധാനത്തിൽ. പക്ഷേ ഈ ദളിത്തിൻ്റെ ഓപ്പറേഷൻ എന്നും പറഞ്ഞ് ഉപയോഗിക്കുന്ന ഈ കാസ്റ്റ് പരിപാടി ആക്ച്വലി ഇറ്റ്സ് വെരി സില്ലി. ബിക്കോസ് അമേരിക്കയിൽ ഒപ്രസ്ഡ് ദളിത്സ് ഇല്ല. ദളിത്സ് ഉണ്ട്, ദേ ആർ എലീറ്റ്സ്, മില്യണേഴ്സാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ സിയാറ്റിൽ സിറ്റി ഒരു ഓർഡിനൻസ് പാസ്സാക്കി, കാസ്റ്റ് ഇസ് ബാൻഡ് സിയാറ്റിൽ സിറ്റിയിൽ. അത് ബുൾഡോസ് ചെയ്തിട്ടാണ് സിറ്റി കൗൺസിലിൽ ചെയ്തത്. അതിന് മുമ്പ് കേസ് ഉണ്ടായിട്ടില്ല, അത് കഴിഞ്ഞിട്ടും കേസൊന്നും ഉണ്ടായിട്ടില്ല. കാലിഫോർണിയയിൽ പെട്ടെന്ന് മാർച്ചിൽ ഫസ്റ്റ് ടൈം ഒരു ഫ്രഷ്മെൻ സെനറ്റർ, ഞങ്ങൾക്ക് അവിടെ ലെജിസ്ലേറ്ററിൽ അസംബ്ലീൻ്റെ സെനറ്റുണ്ട്, സെനറ്റർ ഐഷ വഹാബ്, അഫ്ഗാനി റെഫ്യൂജിയാണ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബാനിങ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ.
പേര് കേട്ടാൽ വലിയ നല്ലൊരു കാര്യം, എല്ലാവരും വിചാരിക്കും പേര് കേട്ടാൽ നല്ല ഒരു കാര്യം, നിങ്ങൾ എന്തിനാ അതിന് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പം അവരുടെ പുറകിലുണ്ടായിരുന്ന പ്രൈമറി സ്പോൺസർ ഇക്വാളിറ്റി ലാബ്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. അവരൊരു ഹിന്ദു ഹെയ്റ്റ് ഓർഗനൈസേഷൻ തന്നെയാണ്. അതിൻ്റെ ലീഡറാണ് തേൻമൊഴി സൗന്ദരരാജൻ. തേൻമൊഴി സൗന്ദരരാജൻ ദളിത് ലീനേജാന്ന് പറയുന്നു, പക്ഷേ അമേരിക്കയിൽ ദളിത്തില്ല, ദളിത് കാർഡും കൊണ്ട് ആരും വരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളർന്നത് ക്രിസ്ത്യനായിട്ടാണ്, ഞാനിപ്പോൾ ഒരു ബുദ്ധിസ്റ്റാണ്. അപ്പോൾ അവർക്ക് എന്ത് കാര്യം ഹിന്ദുവിനെ ഫിക്സ് ചെയ്യാൻ? ഇത് ബേസിക്കായിട്ട് ഹിന്ദു സമൂഹത്തിനും ഹിന്ദു വിശ്വാസത്തിനും എതിരെയുള്ള ഒരു ഗൂഢാലോചന ആണ്. ബിക്കോസ് ആ ബില്ല് ആദ്യം വന്നപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പം. എഴുതിയിരിക്കുന്നത് മുഴുവൻ ഹിന്ദു എന്നുള്ളൊരു വാക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അതിനകത്ത് എഴുതിയിരുന്നത് ഇറ്റ്സ് എ സോഷ്യൽ ഹെറാർക്കിക്കൽ സ്ട്രക്ചർ, പീപ്പിൾ ആർ ബോൺ ഇൻ ടു ഇറ്റ്. അവർ കല്യാണം കഴിക്കുന്നത് എൻഡോഗമിയാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സൗത്ത് ഏഷ്യയിൽ. ആയിഷ വഹാബിൻ്റെ അതിനകത്ത് ജപ്പാൻ, കൊറിയ, ഇന്ത്യ, പാകിസ്ഥാൻ, ബാംഗ്ലാദേശ്, ആഫ്രിക്ക എന്നൊക്കെ എഴുതിയിരുന്നു. അഫ്ഗാനിസ്ഥാനും ഇല്ല, മിഡിൽ ഈസ്റ്റും ഇല്ല, യൂറോപ്പും ഇല്ല. ഞാൻ വളരെ ബയസ്ഡായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ അവരുമായിട്ട് മീറ്റ് ചെയ്ത് കോൺവെർസേഷനൊക്കെ ആയിട്ട് അവർ ഞങ്ങൾക്ക് മീറ്റിംഗ് തന്നില്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് 2 മീറ്റിംഗ് എടുത്തു. ഈ ആയിഷ വഹാബിൻ്റെ ആയിഷ വഹാബ് ഒരു ടൗൺ ഹാളും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ അവർ ഇവിടെ നിന്നുള്ള ദിലീപ് മണ്ഡലോ അങ്ങനത്തെ കുറേ പേഴ്സണാലിറ്റീസ് ഉണ്ട്, അവർ വന്നു. അവിടെ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. സോ ഈ ഇതിൻ്റെ പരിപാടിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ ഞങ്ങൾ കോണ്ടെക്സ്റ്റ് മുഴുവൻ അവർ മാറ്റി, ബിക്കോസ് ഇത് ഒരുപാട് ഓപ്പോസിഷൻ വന്നപ്പോൾ. പക്ഷേ ആ ബില്ലിൽ ഹിന്ദു എന്ന് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അമേരിക്കൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്ന ഹിന്ദുയിസം പഠിപ്പിക്കുമ്പം പറയുന്നത് ഹിന്ദു ഈക്വൽസ് കാസ്റ്റ്. അത് നമ്മൾ പിന്നെ ഒരു മറിയം വെബ്സ്റ്റർ ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോയി നോക്കൂ. കാസ്റ്റ്, ഡിഫൈൻ കാസ്റ്റ്, ഇറ്റ് ഈസ് എ ഹിന്ദു സൊസൈറ്റൽ ഹെറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു വലിയ പാരഗ്രാഫ് കാണും. അപ്പോൾ ഇതിലെല്ലാം ഹിന്ദു കാസ്റ്റാണ്. അപ്പോൾ ഈ ബില്ലിൽ കാസ്റ്റ് ബാനിങ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ്സ് ബാനിങ് ഹിന്ദുസ്, റിയലി പ്രൊഫൈലിംഗ് ഹിന്ദുസ്. അതും ഒരു കേസ് ഉണ്ടായി എന്ന് വിചാരിക്കൂ, സിസ്കോയിൽ സംഭവിച്ചത് ശരിയാണെന്ന് വിചാരിക്കൂ, എന്നാലും ഒരു 500,000 ആൾക്കാരെ അങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ചെയ്യണോ? ഇത് അമേരിക്കയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടോ, അതോ ഇത് ബിക്കോസ് യു ആർ ബേസ്ഡ് ഔട്ട് ഓഫ് കാലിഫോർണിയ അല്ലേ? ഇതിപ്പോൾ പല സ്ഥലത്തും ഈ ബ്ലൂ സ്റ്റേറ്റ്സ് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇത് എക്സ്ട്രീം പ്രോഗ്രസീവ് വിങ് ഓഫ് ദ ഡെമോക്രാറ്റിക് പാർട്ടി ആണ് ഇത് ആദ്യം അവരുടെ അജണ്ടയിൽ പാസ്സാക്കി. അതിൻ്റെ ഹെഡ് ആ സമയത്ത് അമർ സിംഗ് ഷെർഗിൽ എന്ന് പറഞ്ഞൊരു പഞ്ചാബിയാണ്, അയാൾ ലോയറാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു വലിയൊരു ലീഡറുമാണ്. പക്ഷേ ഹീസ് എ ഖാലിസ്ഥാനി. ഇൻ ഹിസ് അജണ്ട ഈസ് ഇതൊരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ ഹീ ഈസ് വർക്കിംഗ് വിത്ത് ഈ തേൻമൊഴി സൗന്ദരരാജൻ ഓഫ് ഇക്വാളിറ്റി ലാബ്സ്. ഇക്വാളിറ്റി ലാബ്സിൻ്റെ നമ്മൾ ലീഡർഷിപ്പ് നോക്കിയാൽ ബാംഗ്ലാദേശി മുസ്ലിംസും ഒക്കെയാണ്. അപ്പോൾ ഈ ബില്ല് ശരിക്കും ആലോചിച്ച് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യ മാത്രമാണ്, ഈ ഹിന്ദുസിനെ മാത്രം. അപ്പോൾ ഈ ബില്ല് വന്നപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്ന ഓൺലൈനിൽ കാണണം, ട്വിറ്ററിലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എല്ലാവരെയും വിളിച്ച് പറയാം, ഗോ പ്രൊട്ടസ്റ്റ്. അവർക്കാണ് നോബഡി നോസ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാസ്റ്റ് ഉണ്ട്, കാസ്റ്റ് മാത്രമല്ല അവർ എന്തൊക്കെ സ്ലേവറി മറ്റതും മറിച്ച് വിമൻസ് ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്, അതൊന്നും ആർക്കറിയില്ല. അത് ആയിഷ വഹാബിന് അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. സോ എവൻച്വലി വാട്ട് ഹാപ്പൻഡ്, അത് സെനറ്റിൽ പാസ്സായ ദിവസം ഏപ്രിൽ 25 ഏറ്റവും വലിയൊരു റാലി ഉണ്ടായി. ഞങ്ങളൊരു 250 ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ സൈഡിൽ ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവരുടെ കൂട്ട് മുഴുവൻ ഖാലിസ്ഥാനീസായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ കുറേ സീഖ് ലീഡേഴ്സ് വന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളിതിനെ ഒപ്പോസ് ചെയ്യുന്നു, ഇതൊരു വളരെ ഡിവൈസീവായിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ സെനറ്റ് പാസ്സാക്കി. അത് കഴിഞ്ഞ് അസംബ്ലിയിലെത്തിയപ്പോൾ ഞങ്ങൾ കുറേയും കൂടി അഗ്രസീവായിട്ട് അപ്പോൾ അസംബ്ലിയിൽ 2 ഏഷ്യൻ അമേരിക്കൻ അസംബ്ലി ലീഡേഴ്സ് ഉണ്ട്, എവൻ ലോവും അലക്സ് ലേയും. അവർ രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി മാറ്റി, ഈ സൊസൈറ്റിയിൽ ഇതും ഒക്കെ എടുത്ത് മാറ്റി, എല്ലാ രാജ്യങ്ങളുടെ പേരൊക്കെ മാറ്റി. അതൊന്നും ഒരിക്കലും ഒരു ബില്ലിൽ പാടില്ല. എന്നിട്ട് അവർ അവസാനം പറഞ്ഞു, ആയിഷ വഹാബ് റെഫ്യൂസ് ചെയ്തു ദ വേർഡ് കാസ്റ്റ് മാറ്റാൻ. അപ്പോൾ അവസാനം കോംപ്രമൈസിലെത്തിയത്
കുറേ ഈ കാറ്റഗറീസ് ഉണ്ട്, ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൻസെസ്ട്രി, നാഷണൽ ഒറിജിൻ, ജെൻഡർ, അങ്ങനെ ഇങ്ങനെ റേസ് ഒക്കെ. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസെസ്ട്രി എന്നുള്ളതിൽ ഒരു പാരന്തസിസ് ഇട്ട് ഓക്കെ കാസ്റ്റ് ഇസ് ഇൻക്ലൂഡഡ് എന്ന് എഴുതാം. അപ്പം ഞങ്ങൾ പറഞ്ഞു പറ്റൂല, ബിക്കോസ് ആസ് ലോങ് ആസ് ഇവിടുത്തെ ബുക്കിലും അക്കാഡമിക് റെഫറൻസസിലും ഒക്കെ ഹിന്ദു കാസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മാറ്റാണ്ട് നിങ്ങൾക്ക് ഈ കാസ്റ്റ് വേർഡ് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. പക്ഷേ ആയിഷ വഹാബ് ഒരു വിധത്തിലും സമ്മതിക്കില്ല. ആയിഷ വഹാബ് പുതിയൊരു ലെജിസ്ലേറ്റർ ആയിട്ടും കൂടി ഷീ ത്രെറ്റൻഡ് ദീസ് ലോങ് ടേം ലീഡേഴ്സ്. അത്രയ്ക്ക് അവർക്ക് കരുത്തുണ്ടായിരുന്നു, യുനോ, നല്ല പൈസയുണ്ട് കൂടെ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഹാപ്പൻ, അസംബ്ലിയിലും പാസ്സായി. അതിലൊരു ഇന്ത്യൻ ആഷ് കളറാന്ന് പറഞ്ഞ അസംബ്ലിമെൻ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു എനിക്കറിയാം എല്ലാവരും എന്നെ നോക്കണേ, ഈ ഇതിൽ ഇത് ശരിയല്ല, പക്ഷേ എന്നാലും നല്ല കാര്യമാണെന്ന് പറഞ്ഞു അങ്ങനെ വോട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളവരും പറഞ്ഞു യുനോ ആഷ് കളർ വോട്ട് ചെയ്തു. ഇതിൻ്റെ സ്പോൺസറിൻ്റെ രണ്ടാമത്തെ സ്പോൺസർ ഒരു പഞ്ചാബിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്ത്യൻ ലീഡേഴ്സ് തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ അത് 2 അസംബ്ലിയും സെനറ്റും പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് ഇത് ഗവർണറിൻ്റെ ഡെസ്കിൽ പോയി. അത് 1 മാസത്തോളം ഗവർണർ അതൊന്നും ഇരുന്നു, ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഗവർണർ വീറ്റോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഗവർണർ തിരിച്ചയച്ചു. പറഞ്ഞു ഇതിൽ ഒരാവശ്യമില്ല, കറൻറ്റ് ലോ ആൻസെസ്ട്രിയും നാഷണൽ ഒറിജിനിലും ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരുപാട് ഈ ഡിസ്ട്രിക്റ്റ് അറ്റേർണീസ് ഉണ്ട് ഈ കേസസ് എടുക്കുന്ന. അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ദിവസവും കാസ്റ്റ് അബ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറൻറ്റ് ലോ അനുസരിച്ച് ഞങ്ങൾക്ക് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതാണ് ഗവർണർ പറഞ്ഞത്, ആവശ്യമില്ലാണ്ട്. അതൊരു വലിയ വിജയമാണ്. അത് ശരിക്കും ഒരു വളരെ ഹാർട്ടനിങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു. അതും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് വരുന്നതുകൊണ്ടും നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായി. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു 10-50 ലെജിസ്ലേറ്റേഴ്സിനോട് സംസാരിച്ചു. മിക്കവാറും പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, സ്കൂളിൽ പഠിച്ചതേ അറിയുള്ളൂ, അപ്പം ഞങ്ങളിത് കുറേ കൂടി പഠിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ദേ ഓൾ ഗോട്ട് ഇൻഫ്ലുവൻസ്ഡ് മാത്രമല്ല, ദ ഡെമോക്രാറ്റിക് പാർട്ടി ടോൾഡ് ദം, the progressive way, line up, sign in. Because ഞങ്ങളൊരു കൊറിയൻ അമേരിക്കൻ സെനറ്ററിനോട് സംസാരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു എനിക്കിതിൽ കൂടി പാകിസ്ഥാനിയും ഖാലിസ്ഥാനിയും ഒക്കെ കാണാം, ഞാനത് വോട്ട് ചെയ്യുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേര് സെനറ്റിൽ ഞാൻ വോട്ട് ചെയ്യണോ, നല്ലൊരു ബില്ലാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അങ്ങേരെ ഡ്രങ്ക് ഡ്രൈവിങ്ങിന് പിടിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ ശക്തമായ ലോബി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ഈ എക്വാളിറ്റി ലാബ്സിനെയൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഈ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഒരു ഡിസ്ഇൻഫോ ലാബ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഇപ്പോൾ ഇന്ത്യയിലാണ് ബേസ്ഡ്. അവർ വളരെ നല്ല റിസർച്ച് ചെയ്യും. പിന്നെ OSINT ഇവരൊക്കെ ഇക്വാളിറ്റി ലാബ്സിനെ കീറിപ്പൊളിച്ച് ഇവരുടെ ഖാലിസ്ഥാനിയുടെ ഉള്ള പടങ്ങളും പാകിസ്ഥാനികളുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സംഹൗ അമേരിക്കൻ ഈ കാലിഫോർണിയ ലെജിസ്ലേറ്റേഴ്സ് അത് കംപ്ലീറ്റ്ലി ഉൾക്കൊണ്ടിട്ടില്ല. ബിക്കോസ് ദേ വർക്കിംഗ് വിത്ത് 2000 ബിൽസ് ഒരു കൊല്ലം, അതിലൊരെണ്ണാണ്. ഇത് കാലിഫോർണിയ മാത്രമാണ്? ഇല്ല. ഇപ്പൊ അടുത്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വേറെ ബ്ലൂ സ്റ്റേറ്റ്സിൽ, ഇപ്പൊ ന്യൂജേഴ്സിയിൽ വരാം, തിരിച്ച് കാലിഫോർണിയയിൽ വരാം. ഇത് 1 പ്രാവശ്യം പോയെങ്കിലും കാലിഫോർണിയയിൽ 3 പ്രാവശ്യം വരാം, 2 പ്രാവശ്യം കൂടി വരാം. അത് ഇക്കൊല്ലം ഞങ്ങൾ അറിഞ്ഞൂടാ വരുമെന്ന്. ബിക്കോസ് ഇക്കൊല്ലം ഇലക്ഷൻസ് അല്ലേ, എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞിരിക്കുകയാണല്ലോ, വലിയ മേജർ ഇലക്ഷനാണ്. പക്ഷേ അടുത്ത കൊല്ലം പിന്നത്തെ കൊല്ലമൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പ്സ് ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊരു എല്ലാവർക്കും ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കുകയാണ്. ഈ ഹിന്ദു ഓർഗനൈസേഷൻ, കോalition ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ, ഹിന്ദു പാക്ട്, VHPA, ഹിന്ദു ആക്ഷൻ, കാസ്റ്റ് ഫയൽസ്, പിന്നെ അപ്ന DB എന്ന് പറയുന്നത് അംബേദ്കർ, ഫുലെ, ദളിത് ബഹുജൻ. ഇവരെല്ലാവരും ഹിന്ദു എന്നാണ് ഞങ്ങളെല്ലാവരും ഹിന്ദുസായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് വന്നപ്പോൾ വി ഹാഡ് ടു സ്റ്റാൻഡ് അപ്പാർട്ട്. ഞാൻ ബഹുജനാണ്, ഞാൻ ദളിതാണ്. ബിക്കോസ് മറ്റവർ നമ്മുടെ ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ വി ഹാഡ് ടു സ്റ്റാൻഡ് അപ്പ്. പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നടന്നത്, ഒരു ആദ്യത്തെ വിക്ടിം വാസ് എ ദളിത് ബഹുജൻ ലീഡർ മിലിന്ദ് മക്വാന. ഒരു പാവപ്പെട്ട ഫാമിലിയിൽ മുംബൈയിൽ വളർന്ന് ഹീ ഈസ് വെരി ഓപ്പൺ. ഞാൻ ഈ റിസർവേഷൻ സിസ്റ്റമിൽ കൂടിയാണ് വന്നത്. എന്നിട്ട് ഹി വാസ് എ വെരി സ്ട്രോങ് എഞ്ചിനീയർ അറ്റ് പേപാൽ. പക്ഷേ അങ്ങേർക്കൊരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് ഹി ഷോഡ് അപ്പ് ഇൻ സാക്രമെൻറ്റോ ഫോർ ദ റാലി. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സിറ്റിയിലും വരാൻ തുടങ്ങി.
ഇത് ഗവർണർ വീറ്റോ ചെയ്യുന്ന മുമ്പ് എല്ലാ സിറ്റിയിലും വരാൻ തുടങ്ങി. സിറ്റീസ് അപ്രൂവ് ചെയ്യാം, പ്രോ ആയ. അപ്പം ഞങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഞങ്ങൾ എല്ലാ സിറ്റീസിലും ഷോപ്പ് ചെയ്യണം ഇതിനെ ഒപ്പോസ് ചെയ്യാൻ. അങ്ങനെ ഒരു സിറ്റി ഓഫ് കുപ്പർട്ടീനോ, വളരെ അധികം ഹിന്ദുസും ഇന്ത്യൻസും താമസിക്കുന്ന സ്ഥലത്ത് ആ സിറ്റി കൗൺസിലിൽ മിലിന്ദ് വാഖ്വാനയും വന്ന് പറഞ്ഞു, യു ഹാവ് നോ റൈറ്റ് ടു ടോക്ക് അബൌട്ട് മീ വിതൗട്ട് മീ. അങ്ങനൊരു ഇതിലാണ് അങ്ങേര് പറഞ്ഞത്. അതും പറഞ്ഞ് അങ്ങേര് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു ചെറിയ ഓൾട്ടർക്കേഷൻ മറ്റേ സൈഡുമായിട്ടുണ്ടായി. ഹി ഡ്രോപ്പ് ഡെഡ്. അയ്യോ, അങ്ങനെ മരിച്ചു. അതൊരു ഭയങ്കര ഒരു അടിയായിരുന്നു കേട്ടോ, രണ്ട് സൈഡിലും. അവരുടെ ആൾക്കാരുടെ ആൾട്ടർക്കേഷൻ കൊണ്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഒരു വലിയൊരു ഫൈറ്റർ പോയി. അതും ഈ ഒരു കോസിൽ അങ്ങേരെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് ഫൈറ്റ് ചെയ്തത്. So this has had a huge cost on all of us, അപ്പോൾ ഗവർണർ വീറ്റോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷേ പ്രോബ്ലം ഈസ് ദാറ്റ് ഒരുപാട് ഇന്ത്യൻസിന് ഇതിനെപ്പറ്റി അറിയില്ല. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഇതിൻ്റെ നിയമത്തെക്കുറിച്ചും ആ നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അതിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളുമാണ്. പക്ഷേ ഈ നിയമത്തിനപ്പുറം ഇതൊരു സാമൂഹിക ഭീഷണിയാണ്. നിയമം വന്നാലും ഇല്ലെങ്കിലും അതിനുവേണ്ടി എന്താണ് കൊഹന പോലെയുള്ള സംഘടനകൾ ചെയ്യുന്നത്? ബോധവൽക്കരണം ഒക്കെ ചെയ്യുന്നുണ്ടോ? അപ്പം ഞങ്ങൾ ഈ പല ഗ്രൂപ്പ്സായിട്ട് ആദ്യം തന്നെ ഒരു കാസ്റ്റ് കോൺഫറൻസ് എന്നൊരു കോൺഫറൻസ് ഒരു ഗ്രൂപ്പ് ചെയ്തു. അത് കാസ്റ്റ് ഫയൽസ് എന്നൊരു ഗ്രൂപ്പ്. അതിൽ ഒരുപാട് പേര് അങ്ങനെയാണ് അവെയറായ ഇങ്ങനൊരു വിഷമം നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലങ്ങളിലും ഈ ഹിന്ദുസ് ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ കമ്മ്യൂണിറ്റി പോയിട്ട് സിഗ്നേച്ചേഴ്സ് വാങ്ങി. ഇപ്പോൾ ഈ ഐഷ വഹാബിനെ റീകോൾ ചെയ്യാനുള്ള ഒരു എഫേർട്ടാണ്. ഒരു റീകോൾ ചെയ്താലും ഇല്ലെങ്കിലും വലിയൊരു മെസ്സേജാണ്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യില്ലേ, നാടിന് വേണ്ടി നല്ലതെല്ലാം ചെയ്യൂ. അപ്പോൾ ആ എഫേർട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നോൺ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾക്ക് വർത്തമാനം പറയാൻ അറിയില്ല. ഇതെങ്ങനെ നമ്മൾ ഈ കാസ്റ്റിൻ്റെ എഗൻസ്റ്റ് സംസാരിക്കണം, അതിനെന്താ റെലവൻസ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ് നടത്തും. കോൺഗ്രഷണൽ ബ്രീഫിങ്സ് നടത്തും. ഞങ്ങൾ കോൺഗ്രസ് മെമ്പേഴ്സിനെ വിളിച്ച് ഓപ്പൺ പബ്ലിക് ആയിട്ട് ഉള്ള മീറ്റിങ്സിൽ നമ്മളൊരു ബ്രീഫിംഗ് കൊടുക്കും. അവർ ചോദിക്കും, അവരൊക്കെ ഞെട്ടിപ്പോവുക, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഇന്ത്യക്കാരെ അഗൻസ്റ്റ്. ഞാൻ ഇത് എടുത്തു ചോദിക്കാൻ കാരണം യുവാക്കളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ചപ്പോൾ യു ഹാഡ് ടോൾഡ് മീ അബൌട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ലിബറൽ ആർട്സ് പ്രോഗ്രാം അല്ലേ, അത് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ അതും ഒരു വലിയ ക്യാമ്പയിനാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ, അതും വെള്ളക്കാരായ ചെറുപ്പക്കാരാണ് അത് ഈ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇതിലേക്ക് വന്ന് കാര്യമറിയാതെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതൊരു വലിയ വിപത്തായിട്ട് മാറില്ലേ? അതിനെതിരെ എന്താണ്? അപ്പോൾ ഈ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിന് ഈ രാജീവ് മൽഹോത്ര എന്ന് പറഞ്ഞൊരു വലിയൊരു ഹിന്ദു ലീഡറുണ്ട്. അങ്ങേര് ഈ ഇടയ്ക്കിറക്കിയ ഒരു പുസ്തകമുണ്ട്, സ്നേക്സ് ഇൻ ദ ഗംഗ. അങ്ങേര് ഒരുപാട് അതിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ ബില്യണേഴ്സിനെ നെയിം ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ ചെക്സ് എഴുതി കൊടുക്കുന്നത് ഹാർവേർഡിന്, 100 മില്യൺ 50 മില്യൺ ഒക്കെ ആയിട്ട്. അപ്പോൾ രാജീവ് മൽഹോത്ര കുറേ പേരുമായിട്ട് മീറ്റിംഗ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കൊടുക്കരുത്, ആ പൈസ വെച്ചിട്ട് ഹാർവേർഡ് ഞങ്ങളുടെ അഗൻസ്റ്റ് ആണ്, ഇന്ത്യയുടെ അഗൻസ്റ്റും ഹിന്ദുസിൻ്റെ അഗൻസ്റ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, ഈ പൈസ വെച്ച് മറ്റേ സയൻസ് ആൻഡ് ടെക്നോളജിയോ മാത്സ് അങ്ങനത്തെ പ്രോഗ്രാമിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചൈന അതാണ് ചെയ്യുന്നത്. ചൈന പൈസ കൊടുക്കും, പക്ഷേ ചൈന പറയും ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരരുത്, ഈ സ്റ്റെം പ്രോഗ്രാമിനും AI-ക്കും മാത്രമാണ് ഈ പൈസ. അതെന്തുകൊണ്ട് പറഞ്ഞുകൂടാ അല്ലേ? അവർക്കത് ചെയ്യും. പിന്നെ അതുകൂടാണ്ട് ഈ യങ് സ്റ്റുഡൻസിന് വേറൊരു കാര്യം ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതാണ്. ഇവിടുന്ന് ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ജോലിക്കൊക്കെ വരും. പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇവിടുന്ന് ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഈ ലോൺ എടുക്കുന്നതിൻ്റെ പ്രോസസ്സിൽ അവരൊരു പേപ്പർ സൈൻ ചെയ്യിക്കണം. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ട് ഇന്ത്യയുടെ പൈസയും കൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ പോയിട്ട് ഇന്ത്യയുടെ എഗൻസ്റ്റായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിങ്ങളുടെ ലോൺ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യും. കുറച്ചൊരു അക്കൗണ്ടബിലിറ്റി വേണം. വെറുതെ പൈസയും കൊടുത്ത് അവിടെ പോയിട്ട് ഇന്ത്യൻ കുട്ടികളാണ് ഈ പ്രശ്നം കുറേ ഇതിൽ ബ്രെയിൻ വാഷ്ഡ് ആവണേ. സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും വലിയ ഇമ്പോർട്ടൻ്റ് തന്നെ, പക്ഷേ ഇത് ശരിയല്ല. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ യൂത്ത് ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരുപാട് സെക്കൻഡ് തേർഡ് ജനറേഷൻ ഇന്ത്യൻസ് ആ പ്രൗഡ് ഇന്ത്യൻസ്. അവരുടെ അച്ഛനമ്മയൊക്കെ നന്നായി വളർത്തിക്കൊള്ളുന്നുണ്ട് മക്കളെ. സോ ദേ ആർ ലൈക്ക്, ഹേ ദിസ് ഇസ് മൈ ഐഡൻറ്റിറ്റി, അതിൽ ഐ ആം ഗോയിങ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്, റൈറ്റ്? അങ്ങനെ പറയുന്നവരുണ്ട്, നല്ലോണം ഉണ്ട്. ഇപ്പോൾ രാം മന്ദിറിൻ്റെ വന്നപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ പയ്യൻ എഴുതിയിട്ട് ഞങ്ങളത് പബ്ലിഷ് ചെയ്തു. അവൻ ആൻഡ് ഹി ഹാസൻറ്റ് ബീൻ ടു ഇന്ത്യ ദാറ്റ് മച്ച്. അതുമാതിരി കരീബിയൻ ഹിന്ദുസ് അവരിപ്പോഴും വളരെ നല്ല ഹിന്ദുസാണ്. ദേ സെലിബ്രേറ്റിംഗ് രാം മന്ദിർ. പക്ഷെ അവർ കോളേജിൽ നടക്കുമ്പോൾ പറയും യു ആർ എ ഹിന്ദു കാസ്റ്റിസ്റ്റ്.
ഒരു ലേബലിംഗ് ആണ്. സോറി, ചാപ്പ കുത്തുക, അതാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. സോ വി ആർ കോളിംഗ് ദം ഔട്ട്. ഈ ചില ഗ്രൂപ്പ്സിനെയൊക്കെ എക്സ്പോസ്ഡ് ആയി വരുന്തോറും ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇപ്പോൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റീസ് ആർ ഇൻ ബിഗ് ട്രബിൾ. ഈ വോക്ക് പ്രോഗ്രസീവ് ഇതിൽ കൂടി പോയിട്ട് ഇപ്പോൾ ഹാർവർഡിൻ്റെ പ്രസിഡൻറ്റ് ഹാഡ് ടു റിസൈൻ, MIT പ്രസിഡൻറ്റ് റിസൈൻ, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ ഇത്, ആൻഡ് ദെൻ ജൂയിഷ് ബില്യണേഴ്സ് ഹാവ് ടേക്കൺ മണി ഔട്ട്. 500 million ആണ് ഈ കഴിഞ്ഞ ദിവസം ഹാർവേഡിൽ നിന്ന് തിരിച്ചെടുത്തത് ഒരാൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബില്യണേഴ്സ് കൊടുക്കുന്നു. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. സോ ഐ തിങ്ക് അക്കൗണ്ടബിലിറ്റി ശരിക്കും അവരെയാണ് ബോധവൽക്കരിക്കേണ്ടത്. Indian government should ask, tell them, it's great you are giving money, but make sure that money has accountability. അതുമാതിരി യങ് സ്റ്റുഡൻസ്. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു ഇതിലാണ് എക്സ്പെക്റ്റിംഗ് അടുത്ത വേവ് എന്താ. ഇപ്പോൾ അതേ മറ്റന്നാൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ സെയിം ആൾക്കാർ പോയിട്ട് ബിയോണ്ട് ദിസ് ബിൽ എന്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ബിയോണ്ട് ദിസ് ബിൽ, അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരോട് പോകും, അതൊക്കെ ചോദിക്കും. പക്ഷേ എന്തുകൊണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇത് സപ്പോർട്ട് ചെയ്യുന്നു? ഇറ്റ് വാസ് വീറ്റോഡ് ബൈ ദ ഗവർണർ. വേറെ പരിപാടിയൊന്നും ഇല്ലേ ചെയ്യാൻ. അപ്പോൾ ഇതനുസരിച്ചുള്ള ഫണ്ടിങ് ഇവർക്ക് കിട്ടും. സോറോസ് ആണ് ഏറ്റവും വലിയ ഫണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബില്യണോ ഒറ്റ ഇന്ത്യയെ തകർക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിലെ കുറേ പൈസയ്ക്ക് ഇവർക്കൊക്കെയാണ് ചെല്ലുന്നത്. ഇതിലെ കുറേ ആൾക്കാരും സോറോസ് ആയിട്ടുള്ള പല പ്രോഗ്രാമിൽ പ്രോജക്ട് ലീഡും മറ്റൊന്നും. ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ മിഷണറി പൈസ ഉണ്ട്, മിഷണറീസ് ഒരുപാടുണ്ട് ഇതിൽ. സോ ഒരു ഖബാൾ എന്ന് പറയാം നമ്മളുടെ. ഈ കേന്ദ്ര സർക്കാരിനോട്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോട് ഈ വിഷയം നിങ്ങൾ അവരുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞങ്ങളുടെ അറിവിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ ഡിയസ്പോറയിൽ എന്തെന്നാ നടക്കണേ, പ്രവാസി കമ്മ്യൂണിറ്റിയിൽ എന്താ നടക്കണേ. ബിക്കോസ് ഞങ്ങൾ മാത്രമല്ല, UK ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഓസ്ട്രേലിയയിലുണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്കറിയാം. പക്ഷെ ഞങ്ങളവരെ കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ബിക്കോസ് അതും കൗണ്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോവുകയുള്ളൂ. അവരേതെങ്കിലും സമയത്ത് അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുകയാണ്, പ്രവാസികളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഇതിലാണ്. അല്ലെങ്കിൽ അവരുടെ പോളിസീസ് ഒന്ന് ക്ലിയർ ആക്കുക, ഈ ബില്യണയർ പരിപാടിയൊക്കെ ഒന്ന് ശരിയാക്കുക. അത് തന്നെ ഒരു ഭയങ്കര സമാധാനമാണ് അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഞങ്ങൾ UK ടീമുമായിട്ടൊക്കെ എംബസി ഒന്നും ഈ കാര്യത്തിൽ നമ്മളുടെ കോൺസുൽ എംബസീസും നമ്മുടെ അംബാസിഡേഴ്സൊന്നും ഈ കാര്യത്തിൽ ഇത് അമേരിക്കൻ ലോ ആണേ. അതിനകത്ത് ഇടപെടാനും അവർക്ക് പരിമിതികളുണ്ട്. അവർ ഒരു സമയത്ത് CAAയുടെ ഈ anti-CAA വന്നപ്പോൾ മാത്രം ഒരു കോൺസൽ ജനറൽ സിയാറ്റിലിന് എഴുതി, ഇത് ശരിയല്ല, ഇത് സിയാറ്റിലും ഇന്ത്യയായിട്ട് ഒരുപാട് ട്രേഡ് ഉണ്ട്, ഇതൊക്കെ ഇമ്പാക്റ്റ് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഹോസ്റ്റൈൽ എൻവയൺമെൻറ്റ്. അവർ കെയർ ചെയ്തില്ല, അവർ പാസ് ചെയ്തു അല്ലേ. സോ ഇനിയിപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്തത് CAA വരുന്നു, UCC വരുന്നു, അടുത്ത അമ്പലങ്ങൾ. അല്ല, ഞാൻ അതാ ചോദിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അന്നൊരു കുറച്ചുകൂടെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് CAAയുടെ ഒരു കാർഷിക സമരം നടക്കുന്നു, അങ്ങനെയുള്ള വിഷയങ്ങൾ. പക്ഷെ ഇപ്പം മറ്റൊരു മൂഡാണ് രാജ്യത്തുള്ളത്, എസ്പെഷ്യലി ആഫ്റ്റർ അയോധ്യ, ജനുവരി 22 ശേഷം. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് മൂഡ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ശരിക്കും ഇത് വേൾഡ് വൈഡ് സെലിബ്രേഷൻ ആയിരുന്നല്ലോ രാം മന്ദിർ. വേൾഡ് വൈഡ് സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാ ഓർഗനൈസേഷൻസും അതിനെപ്പറ്റി എഴുതിയിരുന്നു. പക്ഷെ വേൾഡ് വൈഡ് മീഡിയ മോശമായിട്ടാണ്. സോ ഞങ്ങൾ ഇവരെയൊക്കെ കോൾ ഔട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര മോശമായിട്ടാണ്. അപ്പോൾ VHPA യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അത് വേൾഡ് വൈഡ് VHPA ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് എഴുതി ഈ കുറേ മീഡിയ കമ്പനീസിന്. എല്ലാ മീഡിയയും ഓൺലി ഹൈലൈറ്റഡ് ഹിന്ദുക്കൾ പോയി മുസ്ലിം പള്ളി തകർത്തു, അതിന് മുമ്പുണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിനെപ്പറ്റി ബുക്ക്ലെറ്റ്സും ഇതൊക്കെ എഴുതി. ഞാൻ ഒട്ടനെ തന്നെ എൻ്റെ മറ്റേ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഞാനൊരു ലെറ്റർ എഴുതി, ഈ മീഡിയയിൽ പറയുന്നതല്ല, ഇത് ഞങ്ങളുടെ ഇൻഡിജിനസ് റൈറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ യൂറോപ്പിൽ നിന്ന് കുറേ ഫ്രണ്ട്സ്, ഒരു ഗ്രീക്ക് മനുഷ്യനെ എഴുതി, ഇതെന്തിനാ ഇത്ര പ്രശ്നം, ജയ് ശ്രീറാം അങ്ങേര് പറയണു. അങ്ങേര് പറയാം, ഞങ്ങൾ ഗ്രീസിൽ ഉള്ള ഓട്ടോമൻ പള്ളികൾ മുഴുവൻ ഞങ്ങൾ തിരിച്ച് ക്രിസ്ത്യാനി പള്ളികളാക്കി എടുക്കുക. അവർക്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് ചെയ്തൂടെ? ടർക്കിയിൽ ഹാഗിയ സോഫിയ അവർ ചെയ്തു. അസർബൈജാനിൽ ഇപ്പോൾ ദൈവം പറയുന്നു അർമീനിയൻ പള്ളി തിരിച്ച് മുസ്ലിം. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ന്യൂയോർക്ക് ടൈംസിനും BBC ഒന്നും പറയാനില്ല. പക്ഷേ ഇന്ത്യക്കാരും നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടതാണ്, നമ്മൾ ഇൻഡിജിനസ് ആണ്,
നമ്മൾ 5000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഹിന്ദു കേരളത്തിലെ കമ്മ്യൂണിറ്റിയെ പറ്റി ഗ്രീക്സ് ആൻഡ് റോമൻ ട്രേഡ് ഡോക്യുമെന്റ്സിൽ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ ആ വാക്കിൽ നമുക്ക് ശരിക്കും ഐഡന്റിറ്റി ആയിട്ട് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇതിപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്യണം ഹിന്ദുസ് ആർ ഇൻഡിജിനസ്, അല്ലെങ്കിൽ ഗ്ലോബൽ റെക്കഗ്നീഷൻ ഇല്ല. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കണു. ഞങ്ങൾ മാത്രമല്ല, കുറേ ഈ ഇന്ത്യ ദിസ് വീക്കിലെ മുസ്ലിം ലീഡേഴ്സ് ഉണ്ടല്ലോ, രാംന അൻസാരി, ഖലീദ് ബേഗ്, അവരൊക്കെ നന്നായിട്ടായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയത്. സോ അതുമൊക്കെ ഞങ്ങൾ ഇവർക്ക് ഫോർവേഡ് ചെയ്യും. ഞങ്ങൾ ലോ മേക്കേഴ്സ്. എനിക്ക് ഇതിനകത്ത് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒന്ന് ഈ ഇസ്ലാമിക് ടെറർ ഫോഴ്സസിനോടുള്ള ഈ ഒരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡ് അത് എന്തുകൊണ്ടാണ്? കാരണം ലോകത്ത് മുഴുവൻ നാശം വിതച്ചത് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലൊക്കെ ഇവരാണ്. പക്ഷേ അവരോട് വളരെ സോഫ്റ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പറയുന്ന അമേരിക്കയിലെ പോലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കുന്നത്. അമേരിക്കയും അത് സഫർ ചെയ്തതാണ്. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാര്യം? ഒരുപാട് സിറ്റുവേഷൻസിൽ ഈ ഗ്ലോബൽ ജസ്റ്റിസ്, മറ്റേ ഹ്യൂമൻ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, ഇതിലൊക്കെ ഭയങ്കര പ്രിൻസിപ്പിൾസാണ് അമേരിക്കയ്ക്ക്. അപ്പം ഓഫ് കോഴ്സ് 9/11 കഴിഞ്ഞപ്പോൾ അമേരിക്ക അങ്ങോട്ട് തിരിഞ്ഞു. എല്ലാ മുസ്ലിമും ഇതുമാതിരിയായിരിക്കും. പക്ഷെ എല്ലാ മുസ്ലിമും ജിഹാദി അല്ല, അല്ലേ? അപ്പം അത് തിരുത്തിയിട്ട് അവർ റെഫ്യൂജീസിനെയൊക്കെ കൊണ്ടുവരാൻ ഒക്കെ തുടങ്ങി. അപ്പോൾ അവരുടെ പോളിസീസ് ഫ്ലിപ്പ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ജുഡേയോ ക്രിസ്ത്യാനിറ്റി അല്ലാണ്ട് അവർക്ക് വേറെ ഒന്നും അറിയില്ല. സോ ഇപ്പോൾ ന്യൂസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഇലക്ഷൻസിൽ അമേരിക്കയിലെ മുസ്ലിം ഓർഗനൈസേഷൻസ് കമ്മിറ്റ് ചെയ്തിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിക്ക് $1 million and 1 million votes. അവർ ഡെലിവർ ചെയ്തു. ഇപ്പം ആ ഗ്രൂപ്പ്, മിഷിഗനിൽ ഒരു വലിയൊരു അറബ് ഗ്രൂപ്പ് ഉണ്ട്, അവരും ബൈഡൻ്റെ ആളോട് പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ബിക്കോസ് അമേരിക്ക മറ്റേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് കൈൻഡ് ഓഫ് ഗോസ് ബാക്ക് ആൻഡ് ഫോർത്ത് രാഷ്ട്രീയമാണ്. എല്ലാം ബാക്ക് ആൻഡ് ഫോർത്താ. സോ പക്ഷേ ഇതിൽ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ അധികമൊന്നും ഇടപെടാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് പറയാനുള്ളത്, ഞങ്ങളെ വെറുതെ വിടൂ. ലോ അബൈഡിങ് ആണ്, ഹൈലി കോൺട്രിബ്യൂട്ടിംഗ് ആണ്, നമ്മൾ നോബൽ പ്രൈസും എസ്റ്റീമും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. നമ്മുടെ കുട്ടികളും നല്ല മനുഷ്യരായിട്ട് വളരുന്നു. എന്തിന് ഞങ്ങളെ പ്രൊഫൈൽ ചെയ്യാൻ വരുന്നു? ഹിന്ദുസാന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ എനിമിയാണോ? അതാണ് അവർ ചെയ്യുന്നത്. ഹിന്ദുയിസമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം. ഒറ്റ ചോദ്യം കൂടി, ഈ ഖാലിസ്ഥാൻ തീവ്രവാദത്തിന്റെ വളർച്ച അത് ബാധിച്ചിട്ടുണ്ടോ? അവരും ഇതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ അവർ ഈ കാസ്റ്റിൽ പ്രോബ്ലത്തിലുണ്ട്. അവർ അമ്പലങ്ങൾ ഈ കഴിഞ്ഞ ജാനുവരിയിൽ 6 അമ്പലങ്ങൾ ബേ ഏരിയയിൽ തകർക്കല്ല, ഡിഫേസ് ചെയ്തു ഒക്കെ ചെയ്തു. ഇപ്പോൾ ഒരു ട്രക്കുകളിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിലൊക്കെ കുറേക്കാർ ട്രക്കേഴ്സാണ്, പഠിപ്പം ഒക്കെ കുറവായതുകൊണ്ട്. ആ ട്രക്കുമേക്ക് എഴുതുക ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ വലിയ ഇമേജ്. സ്കൂളുകളുടെ ചുറ്റിനാണ് പോണേ. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഓടി വന്നിട്ട് പറയും എനിക്ക് ഹിന്ദു ആവേണ്ട, നമ്മളെല്ലാം മോശം ആൾക്കാരാണ്, ഇതല്ലേ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പം ഞങ്ങളത് കാണുന്നുണ്ട്. പിന്നെ ഈ വലിയ ബിൽ ബോർഡ്സ്, അതുമ്പോൾ 2 തോക്കും മറ്റേ വലിയ അസോൾട്ട് റൈഫിൾസും ഉണ്ടാവും. പിന്നെ നമ്മുടെ അംബാസിഡറും കോൺസൽ ജനറലിനെയൊക്കെ ഫേസ്. ഇതൊക്കെ ഉണ്ടല്ലോ അമേരിക്കക്കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതാ കാണുന്നത്. അപ്പോൾ അയ്യോ ഇന്ത്യക്കാർ ഭയങ്കരമാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. അപ്പോൾ അവരെ ശരിക്കും അറസ്റ്റ് ചെയ്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പരിപാടി കാണുന്നില്ല ശരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരും വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണേ ഒക്കെ ഇപ്പോൾ ഇലക്ഷനിലായതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് സീക്സ് ഇപ്പം ഒന്നിച്ച് വന്നിട്ട് പ്രസ് റിലീസ് കൊടുത്തു, ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ എല്ലാവരും ഹിന്ദു ടെമ്പിൾസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്, രാം മന്ദിരമൊക്കെ ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാനഡയും അമേരിക്കയും ഓസ്ട്രേലിയയും ഈ ഖാലിസ്ഥാനി പ്രോബ്ലം കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ ഐ തിങ്ക് അത് ഈ രാജ്യങ്ങളെ തന്നെയാണ് തിരിച്ചടിക്കുക. ഒരിക്കലും നമ്മൾ ഒരു രാജ്യവും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെയും സപ്പോർട്ട് ചെയ്യരുത്. സോ എനിവേ ഒരു ബ്രീഫിംഗ് തരാനായിരുന്നു. താങ്ക് യു ആ ഓപ്പർച്യൂണിറ്റിക്ക്. മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ കോഹനയുടെ എന്തൊക്കെയാണ് അതുകൂടെ ഒന്ന് അപ്പം ഞങ്ങൾ കോൺസ്റ്റന്റ്ലി പ്രിപ്പയർഡ് ആണ്. ഈ ലോ എൻഫോഴ്സ്മെന്റ്, ലോ മേക്കേഴ്സ്, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ കുത്തിയിരുന്ന് ചായയും കാപ്പിയും കുടിച്ചിരുന്ന ആൾക്കാർ മാത്രമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, സിറ്റി കൗൺസിൽ മീറ്റിങ്സിൽ പോകണു, ബിക്കോസ് അവർ നമ്മളെ കണ്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും അറിയില്ല. സോ ഞങ്ങൾ കുറേയും കൂടി ആക്റ്റീവായി തുടങ്ങി. ഇനി ഈ ഓർഗനൈസേഷൻസ് തന്നെ ക്യാമ്പയിൻസ് ഇടും.
അപ്പോൾ ഇനിയിപ്പോൾ കാസ്റ്റിൻ്റെ ഈ സ്റ്റാൻഫേർഡിൽ വരുന്നതിന് എല്ലാ ലീഡേഴ്സും കൂടി കൂടിയിട്ട് എന്താ നമ്മൾ വല്ലതും ചെയ്യണോ ചെയ്യണ്ടയോ ആരാ ചെയ്യണ്ടേ അങ്ങനത്തെ പരിപാടികൾ നോക്കും. ഇനിയിപ്പോൾ കാസ്റ്റ് ബില്ല് വേറെ തരത്തിലാവന്നെ ന്യൂജേഴ്സിയിലോ ന്യൂയോർക്കിലോ ഒക്കെ വരണമെങ്കിൽ ഞങ്ങൾ അവിടെയും ചെയ്യും. ഈ ബ്ലൂ ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ പ്രോഗ്രസീവ് വോക്ക്, പക്ഷെ ഇപ്പോൾ ആ വോക്ക് ഇത്തിരി അടങ്ങിയിരിക്കുക. ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ വന്നപ്പോൾ ഈ ജ്യൂസ് എല്ലാം പൈസയൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി പ്രസിഡൻസ് ഒക്കെ റിസൈൻ ചെയ്യുന്നുണ്ടപ്പോൾ എല്ലാവരും പ്രോഗ്രസീവ്നെസ് ഇത്തിരി കുറച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ താൽക്കാലികമായി. എന്തായാലും പ്രവാസി ഹിന്ദു സമൂഹം നേരിടുന്ന ഈ ഒരു വലിയ ഭീഷണി, അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ സാമൂഹിക ഭീഷണി, ഇതൊരു സാമൂഹിക ഭ്രഷ്ട് എന്നുള്ള നിലയിലേക്ക് പോലും എത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഇത് കാലിഫോർണിയയിലോ അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രമോ ഒതുങ്ങുന്ന ഒരു വിഷയവുമല്ല. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും സമാധാനത്തോടെ ഏറ്റവും പുരോഗമനാത്മകമായ ദർശനത്തോടു കൂടി ജീവിക്കുന്ന ഹിന്ദു സമൂഹത്തെയാണ് ഇത്തരത്തിൽ നിയമങ്ങൾ ഉപയോഗിച്ചും വളരെ മോശമായ ക്യാമ്പയിനിലൂടെയും വളരെ മോശമായ പ്രചരണങ്ങളിലൂടെയും ഉപദ്രവിക്കാനായി ചിലരൊക്കെ ശ്രമിക്കുന്നത്. ഇവരുടെയൊക്കെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ആ ഉദ്ദേശം ഭാരതത്തെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. ഭാരതത്തിൻ്റെ ആഗോള തലത്തിലുള്ള പ്രശസ്തിയും നല്ല പേരും ഇല്ലാതാക്കുക, ഭാരതീയ സമൂഹത്തെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സ്വന്തം ആൾക്കാരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിലേക്ക് ഉപകരണങ്ങളായി മാറുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം ശ്രീമതി സുധാ ജഗന്നാഥൻ വീണ്ടും തത്വമയുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നമ്മളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുകയും ചെയ്യും, പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു.